Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ വിഷു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ബ്രേസ്ലെറ്റ് ആവശ്യമുള്ളവർക്ക് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിങ് ആയതിനാൽ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. എപ്പോഴും പറയുന്ന പോലെ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ്സ് കാണുക. ഓക്കെ, നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. യൂണിവേഴ്സ് പ്ലീസ് പ്രേസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രേസ്, യൂണിവേഴ്സ് പ്ലീസ് പ്രേസ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? Twin Flame Journey, The Magnetic One, and The Divine Timing, The Devotion, The Distance. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? The Serious Talk and The Soulmate. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്ന ദ ഹാർട്ട് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഈ ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പിലാണെന്നാണ് കാണപ്പെടുന്നത്. ട്രാപ്പ് എന്ന് പറയുമ്പോൾ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ചിലപ്പം എന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഉള്ള ഒരു പ്രയാസം ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചൊക്കെ പ്രശ്നങ്ങളിപ്പം ഈ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കെണിയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആരൊക്കെയോ ഈ പേഴ്സണെ ചതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പം ഈ പേഴ്സൻ്റെ പണത്തിന് വേണ്ടി ആരെങ്കിലും കൂടെ നിന്നിട്ട് ഏറ്റവും അവസാനം തള്ളിപ്പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പം ഈ പേഴ്സന് ഭയങ്കരമായിട്ടും ഒരുപാട് പ്രഷർ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്നൊരു സമയമാണ്. ആ ഒരു പ്രഷറെന്ന് പറയുമ്പോൾ നമുക്ക് പോലും ആ ഒരു വ്യക്തിയുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത്രയും ഒരു ബുദ്ധിമുട്ടുകൾ ആ ഒരു പേഴ്സണ് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് നോക്കാൻ നേരത്തെ ഒരു കാലചക്രം നേരെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. മീൻസ് ആ ഒരു പേഴ്സണ് എല്ലാത്തിലും ഉള്ളൊരു തകർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു സാഹചര്യമെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നൊരു സമയമായിട്ട് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ കാര്യത്തിൽ പോലും ആ ഒരു പേഴ്സൺ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൊണ്ടും ഒരു മനസ്സിനൊരു ഉണർവില്ല, ശരീരത്തിനൊരു ഉണർവില്ല. സാമ്പത്തിക കാര്യത്തിലാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ വരുന്നു, ജോലിയിലാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ വരുന്നു. മൊത്തത്തിലും ഈ പേഴ്സൺ ഒരു കണ്ടശനിയാണെന്ന് പറയാം. നമ്മൾ പണ്ടുള്ളവർ പറയുന്ന പോലെ കണ്ടശനി കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ട്രാജഡി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിരിച്ചടികളാണ് കിട്ടുന്നത്. കാരണം ഈ പേഴ്സൺ ജയിക്കും, അല്ലെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ ഇതിനകത്തൊരു നേട്ടം ഉണ്ടാകുമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച പല കാര്യങ്ങളും ഈ പേഴ്സണ് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് ആ വ്യക്തി വിചാരിക്കുന്ന പോലെ തന്നെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. മൊത്തത്തിലും
തനിക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അവർ വിചാരിച്ച കാര്യങ്ങളിലൊന്നും ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ എടുത്തു പറയുവാണെങ്കിൽ, നമ്മൾക്കൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാവാം. ഇപ്പോൾ ബിസിനസ്സിൽ പുതിയതായിട്ടുള്ള ഐഡിയ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഈ പേഴ്സൺ ബിസിനസ്സിൽ കൊണ്ടുവരികയും, എന്നാൽ ആ ഒരു പേഴ്സൺ അത് നടപ്പിലാക്കുമ്പോൾ അതിനകത്ത് ആ വ്യക്തി വിചാരിച്ച പോലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ എവിടെയെങ്കിലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഏതെങ്കിലും ഒരു മണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവാം. അതിൽ നിന്നും ഇരട്ടി ലാഭം കിട്ടും എന്ന് വിചാരിച്ച് ഈ പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. പക്ഷെ അതിലും ഈ പേഴ്സണ് നേരെ തിരിച്ചാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ പേഴ്സൺ ഒരുപാട് സാഹചര്യങ്ങൾ തടസ്സമായിട്ട് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ വിചാരിച്ച പോലെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു വിവാഹം കഴിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. മുൻപ് വിവാഹാലോചനയൊക്കെ ആയിട്ട് ഈ പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ നമ്മൾ അങ്ങോട്ടായിരിക്കാം അങ്ങനെ ചെന്നിട്ടുള്ളത്. പക്ഷേ ആ പേഴ്സൺ ഇത് വീട്ടിൽ പറയുകയും അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് തടസ്സങ്ങൾ നിൽക്കുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിനെ അംഗീകരിക്കാത്ത ചിലരുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഈ ഒരു പേഴ്സണ് ഭയങ്കര ഫ്രസ്ട്രേഷൻസ് നൽകുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരവസ്ഥയിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മീൻസ് ആ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു വിവാഹത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മധൈര്യം ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത്. കാരണം അവരുടെ മനസ്സ് നോക്കാൻ നേരത്ത് നമ്മൾക്കിവിടെ എല്ലാം കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. ഒരു ദൈവവിളി അല്ലെങ്കിൽ ദൈവനിയോഗം, ഇതിപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനുള്ളവരാണെന്ന് അവർ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഒന്നിക്കാനുള്ളൊരു ടൈം ആയിട്ടില്ല. ചിലപ്പോൾ ഇത് ഒരു പരീക്ഷണ സമയമായിരിക്കാം, അതുകൊണ്ട് ഒന്നിക്കാനുള്ളൊരു ടൈം വരെ കാത്തിരിക്കാം എന്നുള്ള രീതിക്കാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ചിലപ്പം ഈ വ്യക്തിക്കെന്ന് പറയുമ്പം എല്ലാവരുടെ അടുത്തുനിന്നും ഒരു ബ്ലെസ്സിങ്സ് ആവശ്യമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി ഈ ഒരു പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ ആ ഒരു അനുഗ്രഹം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു മാനസിക വിദ്വേഷവും അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പം അവർ കുറച്ച് ഫ്രസ്ട്രേഷനിലാണ്, ആ ഒരു മാനസിക പിരിമുറുക്കത്തിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നതെന്നാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു വ്യക്തിയെടുത്ത് ചേർന്നിരിക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ ഓരോ വിഷമങ്ങളും മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് നമ്മൾക്ക് അഡ്വൈസ് നൽകുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ആ ഒരു വാക്കുകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ സോളിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. അവർക്ക് പോലും അവരുടെ ജീവിതം കൈവിട്ട് പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഈ ഒരു ടൈമിലൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബന്ധം ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ആ ഒരു പ്രശ്നത്തിലും പ്രഷറിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടാവുക. മേ ബി ഇതിൻ്റെ അകത്ത് തടസ്സം നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ അവരുടെ വൈഫ് ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം. അങ്ങനെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പേരൻസ് ആവാം. അങ്ങനെയുള്ള വ്യക്തികൾ ഇതിൻ്റെ അകത്ത് തടസ്സം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളോട് മിണ്ടാതിരിക്കാനും വയ്യ. പക്ഷെ മിണ്ടാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസിലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. അതൊരു ഡിവൈൻ ടൈമിങ്ങിലേക്ക് കൊണ്ടുപോകാനാണ്
ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു ബന്ധത്തിലെന്ന് പറയുമ്പം ഈ പേഴ്സൺ മൊത്തത്തിലും ഒരു ലോയലായിട്ട് കാണപ്പെടുന്നുണ്ട്. ലോയൽ എന്ന് വെച്ചാൽ അവരുടെ മനസ്സൊരു നിഷ്കളങ്കമായിട്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് ഒരു സത്യസന്ധമായിട്ട് നിലനിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അവർ കൂടുതലായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്രയൊക്കെ പരസ്പരം അകന്നിരുന്നെന്ന് പറഞ്ഞാലും ഒരു മിറർ ട്രിഗറാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ മെസ്സേജസ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ, അതായത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മിറർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കണ്ണാടി. ആ കണ്ണാടീനെ നമ്മൾ നോക്കാൻ നേരത്ത് നമ്മളുടെ മുഖം കാണുന്നു. നമ്മളുടെ ആ മുഖം കാണുമ്പോൾ നമ്മളുടെ അവസ്ഥകളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളും എല്ലാം നമുക്ക് ആ കണ്ണാടിയിലൂടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു മിററിങ് എനർജിയാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആ പേഴ്സണെ നോക്കാൻ നേരത്ത് അവരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുവാൻ നേരത്ത് പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു വിഷമങ്ങളുണ്ട്, നിങ്ങളോട് പറയാൻ പറ്റത്തില്ലാത്തൊരു വിഷമങ്ങളുണ്ട്, അവർ നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ആ പേഴ്സണിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ മിററിങ് എനർജി ഉള്ളതുകൊണ്ട് ഈ പേഴ്സൺ പറയാതെ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടെന്നാണ് കാണപ്പെടുന്നത്. അവരുടെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണെന്നും അവരുടെ മനസ്സ് എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇമോഷൻസും ഫീലിങ്സും അതുപോലെ തന്നെ മിററിങ് എനർജിയും എല്ലാം ഒരു ലോയലായിട്ടുള്ളൊരു ലവും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെ നമുക്ക് സോൾമേറ്റും വന്നിട്ടുണ്ട്, ട്വിൻ ഫ്ലെയിം എനർജി. ഈ ഒരു എനർജീസൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മനസ്സുകൾ തമ്മിൽ ആ ഒരു മെസ്സേജസ് പരസ്പരം കൈമാറുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയെന്ന് പറയുമ്പം അവരുടെ എല്ലാ ഒരു സാഹചര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും ആ ഒരു നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാവാം അവരെന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു, ആ ഒരു പേഴ്സൺ എന്തൊക്കെയോ നമ്മളറിയാത്ത കുറേയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾ ഈ സമയത്ത് ചേർന്ന് നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ അവരെ കൈവിടരുത്. ഈ ഒരു സാഹചര്യത്തിൽ അവർ എത്ര ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര നിങ്ങളെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് ചിലപ്പം ആ ഒരു ഫ്രസ്ട്രേഷൻസിൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് നമ്മൾ ഓർക്കുക. അവരുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളതാണ്. ആയതിനാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. വരും കാലങ്ങളിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അഡ്വൈസ് യൂണിവേഴ്സ് നൽകിയിട്ടുണ്ട്. അവരുടെ ഇമോഷൻസ് എത്രത്തോളമാണ്, ഫീലിങ്സ് എത്രത്തോളമാണെന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പം നമുക്ക് വിഷു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷു വരെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. മുകളിൽ കാണുന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ബ്രേസ്ലെറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബായ്.